ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ഞാൻ നല്ലൊരു ഉപ്പുമാവാണ് തയ്യാറാക്കുന്നത്. അതിനായി ഞാനിവിടെ സൂചി ഗോതമ്പാണ് എടുത്തിരിക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ്, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡാണ്. വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാം. ഞാനിതെല്ലാം ഒന്ന് കഴുകിയെടുത്ത് ഇതിനെ ഒന്ന് നല്ലവണ്ണം വറുത്തെടുക്കുന്നുണ്ട്. ഞാനിതിന് ഫുൾ വീഡിയോ ചെയ്തിട്ടുണ്ട്, എൻ്റെ ചാനലുണ്ട്. അത് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ രാവിലത്തെ കാര്യങ്ങൾ കഴിഞ്ഞ് കിട്ടും. അതൊന്ന് നല്ലവണ്ണം വറുത്തെടുക്കണം. കഴുകിയതിന് ശേഷം വെള്ളം തോർന്നു കഴിഞ്ഞ് അത് ചീനച്ചട്ടിയിലിട്ടൊന്ന് വറുത്തെടുക്കുക. ഇത് ഒന്ന് പൊട്ടുന്ന സൗണ്ട് വരും. ആ സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഒന്ന് സെപ്പറേറ്റ് ആവും ഇത് നമ്മൾ കഴുകി കഴിയുമ്പോൾ. ഇത് നമുക്ക് വറുത്തതിന് ശേഷം കുക്കറിലാണ് ഇത് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കൂടിയ 10 മിനിറ്റ് 15 മിനിറ്റ് അത്രയും മതി, പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും. ഞാൻ 2 ഗ്ലാസ് സൂചി ഗോതമ്പ് എടുത്തു. അതിന് ഞാൻ 2.5 ഗ്ലാസ് വെള്ളമാണ് ചേർക്കുന്നത്. അത് ഞാൻ കുക്കർ വെച്ചു. അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തു, കടുകിട്ട് കൊടുത്തു. അതിലേക്ക് അല്പം പയറുപരിപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. ഇത് നല്ലവണ്ണം ഒന്ന് മൂത്ത് കഴിയുമ്പം ഇതിലേക്ക് നമുക്ക് ബാക്കി ചേരുവകളോട് ചേർത്ത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, വറ്റൽമുളക് ഇതൊക്കെ ചേർത്ത് നമ്മൾ സാധാരണ ഉപ്പുമാവ് തയ്യാറാക്കുന്ന പോലെ തന്നെ തയ്യാറാക്കി കുട്ടികൾക്കും കൊടുക്കാം, നമുക്കും കഴിക്കാം. ഷുഗർ പേഷ്യൻ്റൊക്കെ നല്ലതാണ്. തീർച്ചയായിട്ടും നിങ്ങളിതുപോലെ തയ്യാറാക്കി നോക്കുക. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം, എപ്പോഴും വേണമെങ്കിലും കഴിക്കാൻ പറ്റും. ഇനി ഇതെല്ലാം ഒന്ന് മൂത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. 2.5 ഗ്ലാസ് വെള്ളം. ഞാൻ 2 ഗ്ലാസ് ഗോതമ്പാണ് എടുത്തത്, സൂചി ഗോതമ്പ്. അതിലേക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ഒറ്റ വിസിലടിച്ചാൽ മതി. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തു. ഇനി ഇതൊന്ന് തിളച്ച് വരുമ്പം നമുക്ക് സൂചി ഗോതമ്പ് ഇട്ട് കൊടുക്കാം. വറുത്ത ഗോതമ്പ്. ഇനി ഇതൊന്നിട്ട് കൊടുത്തതിന് ശേഷം അത് അടച്ച് വെച്ച് ഒരു വിസിൽ മാത്രം അടിച്ചാൽ മതി. പെട്ടെന്ന് തന്നെ ഇത് തയ്യാറായി കിട്ടും. കറക്റ്റ് വെള്ളമാണിത്. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങ കൂടി ചേർക്കാം, പക്ഷേ ഞാൻ ഇത് ലാസ്റ്റിലാണ് തേങ്ങ ചേർക്കുന്നത്. നല്ലവണ്ണം ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട്, അടിയിൽ പറ്റിയിട്ടില്ല. അത്രയും വെള്ളം കറക്റ്റായിരുന്നു. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് തേങ്ങ ചേർത്ത് ചൂടോടുകൂടി തന്നെ കഴിക്കാം. നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങൾ എന്നും കഴിക്കാൻ തോന്നും ഇത് ഒരു പ്രാവശ്യം തയ്യാറാക്കി കഴിച്ചാൽ. അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ വീഡിയോൻ്റെ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെയുമായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഓക്കേ.